Hi guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമുക്കിന്ന് SC റെയിൽവേ റീസണിംഗ് സെഷന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. CHSL സീരീസ് എന്ന് വെച്ചാൽ ഇനി ഒരു 30 ദിവസമേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 30 ദിവസവും കൂടെ അല്ലെങ്കിൽ അത്രേ കാണത്തുള്ളൂ. കാരണം ജൂണിൽ നമുക്ക് CHSL എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് പോവുകയാണ്. ഇത്രയും നാൾ നമ്മൾ കുറേ ചാപ്റ്റർ വൈസ് ഒക്കെ പോയായിരുന്നു. ഇനി അത് വേണ്ട, ഈ ഒരു മാസം ഫുള്ള് നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം വെച്ചിട്ട് നമ്മളെ ഓരോ കുട്ടികളെയും ഒന്ന് സജ്ജരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ 1 കഴിഞ്ഞ ദിവസമായിരുന്നു ഡേ 1, ഇതെന്ന് പറഞ്ഞാൽ ഡേ 2ലുള്ള CHSL സീരീസ് ആണ്. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 9 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 9 ക്വസ്റ്റ്യനും ഡിഫറെൻറ്റ് ലെവൽസ് ആയിരിക്കും. നമുക്ക് ബേസിക് മുതൽ നമുക്കുണ്ടാവും. എന്നാലും ഇത് കറക്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് CHSLന് വേണ്ടിയിട്ടാണ്. CHSL നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 ദിവസത്തിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു റിവിഷനാണ് നമ്മൾ പോകുന്നത്. സോ ഈ ഒരു സീരീസിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം ഒരു സ്പീഡ് മോക്ക് പോലെ തന്നെ ആയിരിക്കും ഇതും പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇത്ര സെക്കൻഡ് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വെച്ചിട്ടായിരിക്കും ഇതും പോകുന്നത്. സ്പീഡ് മോക്ക് തന്നെ ആയിരിക്കും. ബട്ട് ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നല്ലൊരു നമുക്ക് CHSLന് വേണ്ടി ഓരോ കുട്ടികളെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് പോകുന്നത്. സോ ദാറ്റ് നമുക്ക് സെഷനിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടേബിൾ, ട്രാൻസിസ്റ്റർ ആൻഡ് ഫർണിച്ചർ. ഓക്കെ, ടേബിൾ, ട്രാൻസിസ്റ്റർ, ഫർണിച്ചറിൻ്റെ എന്താണ് വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണ് വെൻ ഡയഗ്രാം പോകുന്നത്, ഇതിൽ ഏതാണ് കറക്റ്റ്. ടേബിൾ, ട്രാൻസിസ്റ്റർ ആൻഡ് ഫർണിച്ചറിൻ്റെ വെൻ ഡയഗ്രാം ആണ്. ഒരു 30 സെക്കൻഡ് ടൈം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞേക്കുന്നത് വെൻ ഡയഗ്രാം. ടേബിൾ, ട്രാൻസിസ്റ്റർ എന്താണ് ഫർണിച്ചറിൻ്റെ വെൻ ഡയഗ്രാം ആണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫർണിച്ചറിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് ടേബിൾ വരുന്നത്. ദെൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസ് ആണ്. സോ അതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ. സോ എന്തായിരിക്കും ഓപ്ഷൻ 2 ആയിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 121 337 13 21 21 85 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സീരീസ് ആണ് പോയേക്കുന്നത്. എന്നാൽ ആ ഒരു മിസ്സിംഗ് നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കി 121 337 13 21 21 85 എന്നാണ് കിടക്കുന്നത്. 121 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താണ്? 11ൻ്റെ സ്ക്വയർ ആയിക്കൂടെ, ആ ഒരു ഇത് സ്ക്വയർ രീതിയിൽ പൊക്കൂടെ. എന്നാൽ 337 എന്തായിരിക്കും? നമുക്ക് ആ ഒരു 337 ഇത് അറിയത്തില്ല. 12ൻ്റെ സ്ക്വയർ അല്ല, അങ്ങനെ ഒന്നുമല്ല. അത് ആ ഒരു പാറ്റേൺ അല്ല വന്നേക്കുന്നത്. അപ്പോൾ വേറെ ഏത് പാറ്റേൺ ആയിരിക്കും? 121 337 13 21 ആൻഡ് 21 85. ഇനി 121ൻ്റെ അടുത്ത് വരുന്ന ഇത് ഡിഫറൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, നല്ല അകലമുള്ള കുറച്ച് സംഖ്യകളാണ്. സോ ഈ 121ൻ്റെ അടുത്ത് വരുന്ന എന്തെങ്കിലും ഒരു സ്ക്വയറോ ക്യൂബോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അല്ലേ, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. 125ൽ നിന്ന് ഞാൻ എത്ര ചെയ്യുന്നു? 4 കുറയ്ക്കുന്നതാണ് എത്ര? 121 എന്ന് പറയുന്നത് അല്ലേ. 121 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? 1 കുറയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 6 ക്യൂബ് 7 ക്യൂബ് ആ രീതിയിൽ പോയാൽ ഈ ഒരു 337 എന്ന് പറഞ്ഞാൽ എന്താണ്? 7ൻ്റെ ക്യൂബ് അല്ലേ. 7ൻ്റെ ക്യൂബ് എത്രയാണ്? 7ൻ്റെ ക്യൂബിൽ നിന്നും 7ൻ്റെ ക്യൂബ് എത്ര വരുന്നത്? 343 അല്ലേ. 343 നിന്നും എന്ത് കുറയ്ക്കുന്നു ഇവിടെ? നോക്കിയേ, 7ൻ്റെ കൂടെ നിന്ന് 6 കുറയ്ക്കുന്നത് അല്ലേ.
ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 6 വന്നതെന്ന് വെച്ചാൽ നമ്പർ എടുക്കുന്നത് 5, അതിന് തൊട്ട് അപ്പുറത്തുള്ള സംഖ്യ നേരെ കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് 5 4 എന്ന് പറയുന്നത്, 5ന് തൊട്ട് മുമ്പുള്ള സംഖ്യ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 7 ക്യൂബ് മൈനസ് 6 എന്ന് പറഞ്ഞു, 5 7 എന്ന് പറഞ്ഞ് 2 ആഡ് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? അപ്പോൾ 9 ക്യൂബ് അല്ലേ, 9 ക്യൂബ് മൈനസ് 8, 9 ക്യൂബ് മൈനസ് 8 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. 9 ക്യൂബ് എത്ര വരുന്നത്? 729. അതിൽ നിന്ന് എത്രയും 8 കുറയ്ക്കുന്നു, അപ്പോൾ എത്ര വരുന്നത്? 721. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 721 ആണ് കറക്റ്റ് ആൻസർ. സോ ഒന്നുകൂടെ പറയാം, ആദ്യമേ എന്താണ്? 5 ക്യൂബ് മൈനസ് 4 ആണ്. 121 കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ഓർമ്മ വരുന്നത് 11ന്റെ സ്ക്വയർ ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇത് 5 ക്യൂബ് മൈനസ് 4 എന്നാണ്. ഇനി 4 ഒരു റാൻഡം നമ്പർ ആണോ അല്ലയെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 7 ക്യൂബ് മൈനസ് 6 എന്നാണ്. എന്ന് വെച്ചാൽ 5ന് തൊട്ട് മുമ്പുള്ള നമ്പർ കൊണ്ട് അത് മൈനസ് ചെയ്യുന്നു, 7ന് തൊട്ട് മുമ്പുള്ള നമ്പർ വന്ന് 7 ക്യൂബ് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 9 ക്യൂബ് മൈനസ് 8 ആയിരിക്കും. സോ അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ രീതിയിലുള്ളതാണ്. നമ്മൾ ആദ്യമേ വെൻ ഡയഗ്രാം വരച്ചതിന് ശേഷം ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ നോ ഷൂസ് ആർ ബൂട്ട്സ് ആൻഡ് നോ സ്നീക്കേഴ്സ് ആർ ഷൂസ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സം ബൂട്ട്സ് ആർ സ്നീക്കേഴ്സ്, ഓൾ സ്നീക്കേഴ്സ് ആർ ബൂട്ട്. ഇതിൽ ഏതാണ് ശരിയെന്നാണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നോ ഷൂസ് ആർ ബൂട്ട്സ് അല്ലേ, ഒരു ഷൂസും എന്നല്ല, നോ ഷൂസ് ആർ ബൂട്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നോ ഷൂസ് ആർ ബൂട്ട്സ്. ഇനി എന്താണ്? നോ സ്നീക്കേഴ്സ് ആർ ഷൂസ്. നോ സ്നീക്കേഴ്സ് ആർ ഷൂസ്. സ്നീക്കേഴ്സ് എന്താണ്? ഷൂസ്. ഇനി നമുക്ക് തന്നേക്കുന്നത് എന്താണ്? സം ബൂട്ട്സ് ആർ സ്നീക്കേഴ്സ്. കുറച്ച് ബൂട്ട്സ് സ്നീക്കേഴ്സ് ആണ്. നമുക്കതിൽ കൺക്ലൂഷൻ ഇല്ല. സോ അതെന്താണ്? തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. ഓൾ സ്നീക്കേഴ്സ് ആർ ബൂട്ട്. ഓൾ സ്നീക്കേഴ്സ് ആർ ബൂട്ട്. അതും നമുക്ക് ഈ ഒരു വെൻ ഡയഗ്രാം വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതും തെറ്റായിട്ടുള്ളതാണ്. സോ എന്താണ്? നെയ്തർ വൺ നോ ടു ഫോളോസ്. നെയ്തർ വൺ നോ ടു ഫോളോസ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത വരുന്ന വെരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ കാണും, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂവും കാണും. സോ ഒരു സർക്കിൾ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു മെൻ്റൽ സപ്പോർട്ടോടു കൂടി ഒരു സർക്കിൾ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം ആൻഡ് ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരാൻ പോകുന്നത്, ഇപ്പോൾ CHSL നടക്കുകയാണ്, അപ്പോൾ CHSLന് വേണ്ടി നമ്മളൊരു ഫോക്കസ് ബാച്ച് തുടങ്ങുന്നുണ്ട്. CGL വരുവാണെങ്കിൽ CGLന് വേണ്ടി ഒരു ഫോക്കസ് ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ ബാച്ച് നടക്കുന്നുണ്ട്. ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോക്കസ് ബാച്ച് അല്ലെങ്കിൽ എക്സ്ട്രീം സർക്കിളൊക്കെ വരുന്നത്. അതൊരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനാണെങ്കിൽ ഒരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ നമുക്ക് അഡ്മിഷൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, സോ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ 30-45-275-810. ഇതൊരു നമ്പർ സീരീസ് ആണ്. സോ ഞാൻ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
ഓക്കെ, സോ നമുക്ക് നോക്കാം 30, 45, പിന്നെ എന്താണ് 275, 810. സോ ഈ ഒരു ടേം എന്തായാലും എന്താവില്ല, 30, 45 ഡാഷ് 275, 810. സോ ഈ ഒരു ടേമിൽ എന്തായാലും എന്താ ഡിഫറൻസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ് ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് ഒന്ന് നോക്കി, 275ഉം 810. 275ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 810നോട് അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാന്ന് നോക്കിയപ്പോൾ 275 ഇൻറ്റു 3 എന്ന് പറയുന്നത്, 275 ഇൻറ്റു 3 എന്ന് പറയുന്നത് അതിൽ നിന്നും എത്രയാണ്, 275 ഇൻറ്റു 3 എത്ര, 825. 825ൽ നിന്നും 15 കുറയ്ക്കുന്നതാണ് എത്ര, 810 എന്ന് പറയുന്നത്. ഓക്കെ, 275 ഇൻറ്റു 3ൽ നിന്നും എന്ത് ചെയ്യുന്നു, 15 കുറയ്ക്കുന്നതാണ് 810. അങ്ങനെ ഒരു രീതിയാണെങ്കിൽ ഇവിടെ നോക്കി 30 ഇൻറ്റു 3, 30 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് എത്ര, 90 കിട്ടുന്നത്. പക്ഷെ 90ൽ നിന്ന് 15 അല്ല 45 കുറയ്ക്കേണ്ടത്. 45 എന്ന് പറഞ്ഞാൽ ടേം കിട്ടാൻ വേണ്ടി ഞാൻ ലാസ്റ്റിൽ നിന്ന് വന്നതാണ്. ആദ്യമേ 275ഉം 810 നോക്കി, അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ 45. അപ്പോൾ എനിക്കൊരെണ്ണം കിട്ടിയത് 45 ആണെങ്കിൽ അടുത്ത 35 മൈനസ് ചെയ്യുക, അടുത്ത 25 മൈനസ് ചെയ്യുക, ദെൻ 15 മൈനസ് ചെയ്യുക, അങ്ങനെ പോകുന്ന സീരീസ് ആയിരിക്കാം. സോ നോക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 45ഉം ഈ ഒരു ഓപ്ഷൻസ് നോക്കിയപ്പോൾ നോക്കി എല്ലാം എന്താണ് 3ന്റെ ടേബിൾ എന്ന് വെച്ചാൽ 45ന്റെ എന്താണ് ഇൻറ്റു 3യോട് അടുത്ത് കിടക്കുന്ന സംഖ്യകളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 45 ഇൻറ്റു 3 നോക്കി എത്രയാണ്, 135. 135ൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഒരു 35 എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പം എത്ര വരുന്നത്, 100. കാരണം ആദ്യമേ 45 മൈനസ് ചെയ്തു, അടുത്ത എന്തായിരിക്കണം, ഇൻറ്റു 3 മൈനസ് 35, അടുത്തത് ഇൻറ്റു 3 മൈനസ് 25, അടുത്ത എന്താണ് ഇൻറ്റു 3 മൈനസ് 15. സോ ആ രീതിയിൽ വരുവാണെങ്കിൽ കറക്റ്റ് ആൻസർ എത്രയാണ്, ഓപ്ഷൻ ഡി 100 കിട്ടും, ഇൻറ്റു 3 മൈനസ്. സോ ആ ഒരു രീതിയിലാണ് വരുന്നത്, ഇൻറ്റു 3 മൈനസ് 35 നോക്കുവാണ്. കറക്റ്റ് ആൻസർ എത്രയാണ്, 100 വരുന്നത്, ഓപ്ഷൻ ഡി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ICV 5FU 9IT -17OR എന്ന് പറയുന്നത് എന്താണ്, രണ്ടതും കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൽഫബറ്റ്സും കയറി വരുന്നുണ്ട്, നമ്പേഴ്സും കയറി വരുന്നുണ്ട്. സോ ഒന്ന് ചെയ്തു നോക്കാം, ഒരു 30 സെക്കൻഡ് ടൈം തരാം. ഓക്കെ, സോ നമുക്ക് ചെയ്തു നോക്കാം. ഇതെന്താണ്, ICV 5FU 9IT ആൻഡ് ഡാഷ്. സോ നമുക്കത് ചെയ്തു നോക്കാം. 159, ഇവിടെ 4 ആഡ് ചെയ്തേക്കുന്നു, ഇവിടെയും 4 ആഡ് ചെയ്തേക്കുന്നു, അടുത്ത 4 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 13 വരുന്നത്. സോ 13 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് പെട്ടെന്ന് കിട്ടും. 13 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. മറ്റേതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് 3, 6, 9 അല്ലേ, +3 +3 +3, സോ 12. സോ കറക്റ്റ് ആൻസർ ആണ് 13LS. ഈ ഒരു ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ, 13LS എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു സീരീസിൽ എന്ത് ചെയ്യാണ്, 4 ആഡ് ചെയ്യുന്നു, പിന്നെ ഒരു 3 ആൻഡ് അടുത്ത എന്താണ് -1. ഈ ഒരു സീരീസാണ് പോയേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A1210 F19 A1210 10 അല്ല, ഇത് O ആണ്. A121O F169T, then അടുത്ത എന്താണ് K225Y ആൻഡ് P289D എന്നാണ്. അടുത്ത ടേം ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നോക്കി ഇതെങ്ങനെ പോയേക്കുന്നത്, A
F121O and F169T, K225Y and P289D. ഇവിടെ നോക്കിയപ്പോൾ ഇത് ഓരോന്നും എന്താണ്? സ്ക്വയേഴ്സ് ആണല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ. സോ ഇത് 11ൻ്റെ സ്ക്വയർ, ഇത് 13ൻ്റെ സ്ക്വയർ, ഇത് 15ൻ്റെ സ്ക്വയർ ആൻഡ് ദിസ് ഇസ് 17ൻ്റെ സ്ക്വയർ. സോ അടുത്ത വരുന്ന എന്തായിരിക്കും? 19ൻ്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 361. സോ 361 വരുന്ന ബാക്കി എല്ലാം 361 തന്നെയാണ് വരുന്നത്. സോ ഇനി അടുത്ത നോക്കാം AFKP അല്ലേ. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്ലസ് എത്ര? +5, ഇവിടെയും +5 +5 ആൻഡ് പിയിൽ നിന്ന് എന്ത് ചെയ്യുക? +5 ചെയ്യുക. ദാറ്റ് ഈസ് U എന്നാണ് വരുന്നത്. U361. അടുത്തതും കൂടെ നോക്കണം. O കഴിഞ്ഞ് T വന്നേക്കുന്നു അല്ലേ. OT, അത് കഴിഞ്ഞ് എന്താണ്? Y. അപ്പോൾ ഇത് +5 അല്ലേ. +5, ഇതെന്താണ്? +4, പിന്നെ അടുത്തത് +3 ആൻഡ് ദിസ് ഈസ് +2. അപ്പം ഡിയുടെ കൂടെ പ്ലസ് 361 ആൻഡ് I ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. സോ അപ്പം ഡി. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 361 I എന്നാണ് ഇത്. ഓക്കെ, U361 I. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ZW19, US16 ആൻഡ് PO13 എന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നെക്സ്റ്റ് സീരീസ് ഏതെന്നാണ്? 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കി എന്തൊക്കെയാണ്? ZW19, US16 ആൻഡ് PO13 എന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. സോ ഇവിടെ ആണെങ്കിൽ 26, ദിസ് ഈസ് 23, 19. ഇവിടെ ആണെങ്കിൽ 20, ഇത് X ആണേ. സോ 21, 19, 16, 15. സോ ഇവിടെ നോക്കി എത്ര കുറച്ചേക്കുന്നു? -5. ഇവിടെ വീണ്ടും -5 കുറയ്ക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 11 ആണ് വരുന്നത്, വിച്ച് ഇസ് K. വരുന്ന ഓപ്ഷൻസ് എല്ലാം K തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ -3, വിച്ച് ഇസ് 10. Kയും 10ഉം വരണം. ഇതിനടുത്ത് രണ്ടാമത്തെ എന്ന് വെച്ചാൽ WS. എത്ര ആണ് മൈനസ് ചെയ്തേക്കുന്നത്? 4 മൈനസ് ചെയ്തേക്കുന്നു. ഇവിടെയും 4 മൈനസ് ചെയ്തേക്കുന്നു. ഇവിടെയും 4 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 11. ദാറ്റ് ഈസ് KK10 എന്നാണ് വരുന്നത്. സോ KK10 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, KK10 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി, KK10. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 625, 62, 123 ആൻഡ് 214 എന്ന് പറഞ്ഞൊരു സീരീസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ സീരീസിൽ ഏതാണ് അടുത്ത വരുന്ന സീരീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏതാണ് മിസ്സിംഗ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യമേ എന്താണ്? 6, 25, 62 ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. 6 എന്ന് പറയുന്നത് 6 നമുക്ക് പെട്ടെന്ന് 2 × 3 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 25 അത് വരുമോ? ഇല്ല. 62 അത് വരത്തില്ല. വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. 2 സ്ക്വയർ 2 ക്യൂബ് -2 2 ക്യൂബ് -2 ആണ് 6 എന്ന് പറയുന്നത്. 2 ക്യൂബ് -2 ആണ് 6 എന്ന് പറയുന്നത്. എന്നാൽ 3 ക്യൂബ് നോക്കി. 3 ക്യൂബ് -2 ദാറ്റ് ഈസ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27ൽ നിന്ന് 2 കുറച്ചേക്കുന്നതാണ് എത്ര? അപ്പോൾ എത്ര വരുന്നത്? ഇവിടെ 25 എന്ന് വന്നേക്കുന്നു. അടുത്ത് നോക്കുമ്പോൾ 162 അല്ലേ. 62 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് -2 4 ക്യൂബ് -2 ആണ്. ദാറ്റ് ഈസ് 62 എന്ന് പറഞ്ഞാൽ 64 -2 62. അങ്ങനെ ഇതാണെങ്കിൽ 5 ക്യൂബ് -2 6 ക്യൂബ് -2 അടുത്ത് എന്തായിരിക്കും? 7 ക്യൂബ് -2 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ആണ്. അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. അപ്പോൾ 341. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 341. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ്
പല രീതിയിൽ പല മെത്തേഡ്സ് ആണിത്. ആദ്യത്തത് 2³ - 2 ആ ഒരു രീതിയിൽ 6 25 ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ ചിന്തിക്കുന്നത്, സ്ക്വയർ എന്തെങ്കിലും ആണോ, അങ്ങനെ എന്തെങ്കിലും ആണ്. പക്ഷെ അല്ല, 25 മാത്രമേ ഇവിടെ സ്ക്വയർ ആയിട്ടുള്ളൂ, ബാക്കി ഒന്നും സ്ക്വയർ അല്ല. ബട്ട് നോക്കുവാണെങ്കിൽ എല്ലാം ഒരു ക്യൂബിനേക്കാൾ 2 കുറവെന്ന് നോക്കാം. ഇവിടെ 3യുടെ ക്യൂബിനേക്കാൾ 2 ക്യൂബിനേക്കാൾ 2 കുറവ്, 3യുടെ ക്യൂബിനേക്കാൾ 2 കുറവ്. അത് നോക്കിയപ്പോൾ എനിക്ക് എന്താണ് ആ ഒരു പാറ്റേൺ കിട്ടി. സോ ആൻസർ എന്താണ്, 7³ - 2 എന്ന് പറയുന്നത് 341 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. GLE11 KPI13 OTM17 SXQ എന്താണ് 19. ഇവിടെ എന്ന് പറഞ്ഞാൽ I ആണ്, ഇത് KPI ആണ്, KPI13. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം. സോ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് GLE11 13 17 19 എന്ന് പറഞ്ഞു. എന്തായാലും എന്താണത്, പ്രൈം നമ്പേഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൽ നെക്സ്റ്റ് വരുന്നത് 23 ആയിരിക്കും. സോ 23 വരുന്നത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാൽ 23 വരുന്നതായിരിക്കും നെക്സ്റ്റ്. കാരണം 11 13 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. സോ ഇനി നോക്കാം, ആദ്യത്തെ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ, കാരണം ബാക്കി രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്ന് W ഒന്ന് U വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ടേം മാത്രം നോക്കിയാൽ മതി. GK അല്ല, G എന്ന് പറഞ്ഞാൽ 7 ആൻഡ് K എന്ന് പറയുന്നത് എത്രയാണ്, 11 ആണ് വരുന്നത്. അപ്പം 11, ഇത് 15 ആൻഡ് ദിസ് ഇസ് 19. അപ്പോൾ ഇവിടെ എത്ര, +4 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെയും +4 ആൻഡ് 19 +4 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 19 +4 വിച്ച് ഇസ് 23. 23 എന്ന് പറയുന്നത് ഏതാണ്, W ആണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്. W ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1, ദാറ്റ് ഇസ് WBU23 എന്നാണ്. ദാറ്റ് ഇസ് 23 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഓപ്ഷനാണ് എന്തിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒരു CHSL പോയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, നമുക്ക് ഇനിയൊരു 30 അല്ലെങ്കിൽ ഒരു 1 മന്ത് തികച്ചില്ല. കാരണം നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നത്. ഇപ്പം മെയ് അവസാനമായിട്ടുണ്ട്. ഇനി എന്താണ്, ജൂണിലല്ല ജൂലൈയിലാണ് എക്സാം വരുന്നത്. ഇനി ഒരു മെയ് അവസാനം ആയതുകൊണ്ട് തന്നെ ഇനി ഒരു 1 മന്ത് തികച്ച് കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു CHSL സീരീസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് ഓരോ ദിവസവും 6 മണിക്ക് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഓരോന്നും ഓരോ ടോപ്പിക്കിൽ നിന്നായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ക്വിക്ക് റിവിഷൻ പോലെയാകും. അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പീഡ് മോക്ക് സെഷൻ കൊണ്ടുവരുന്നത്. സോ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.